ഹായ് ഓൾ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വി.ഡി. സതീശൻ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രവാസികളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. പ്രവാസികളെ ബിസിനസ്സുകാരാക്കി മാറ്റുന്നതിനെ കുറിച്ചും പ്രവാസികളുടെ ഇപ്പോൾ ബാങ്കിലേക്ക് കിടക്കുന്ന റെമിറ്റൻസ് അത് നിക്ഷേപമാക്കി മാറ്റുന്നതിനെ കുറിച്ചും ഒക്കെ ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയായ ശ്രീ വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വളരെ പ്രാധാന്യം പ്രവാസികൾക്ക് നൽകുകയുണ്ടായി. പ്രവാസി നിക്ഷേപ ഫണ്ടിന് രൂപം കൊടുക്കും. ഇപ്പോൾ ലോകം മുഴുവൻ അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ സമയത്ത് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ചെറുകിട സംരംഭങ്ങൾ തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ തന്നെയാണ് കൂടുതലും പ്രവാസികൾ. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും എന്ന ആ ഒരു പ്രയാസമാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതിനാണ് ഗവൺമെന്റ് ശക്തമായ ഒരു പിന്തുണയാണ് ഇതിൽ നിന്ന് കൊടുക്കുന്നത്. നമ്മുടെ മലയാള സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ തന്നെ തുടക്കത്തിൽ തന്നെ പരാജയത്തിലേക്ക് വീഴാതെ അത് വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സർക്കാരിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അതുവഴി സർക്കാരിന് എങ്ങനെ നേട്ടമുണ്ടാക്കാൻ സാധിക്കും, ഇതാണ് ഈ ബഡ്ജറ്റിൽ പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ 10.6 ലക്ഷം കോടി രൂപ നിക്ഷേപം കവിഞ്ഞിരിക്കുകയാണ് പ്രവാസികളുടെ. വിദേശ പണത്തിന്റെ വരവ് 2 ലക്ഷം കോടിയിലേറെ വർദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. 99% പ്രവാസികളും നാട്ടിലെത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹക്കാർ തന്നെയാണ്. പക്ഷേ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രത്യേകതയുണ്ട്. പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് വിട്ട്, അതിപ്പോ യൂറോപ്പിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും നാട് വിട്ട് അവർ ചെയ്യുന്ന ജോലി ഇന്റർനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള കൂടുതൽ കഴിവ് തെളിയിക്കാൻ സാധിക്കും. അവർക്ക് കൂടുതൽ കഴിവുകൾ അവരുടെ ബിസിനസ് മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കഴിവുകൾ കൂടുതൽ ഇന്റർനാഷണൽ രൂപത്തിലുള്ളതാണ്. അത് സംസ്ഥാനത്ത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ നല്ല ബിസിനസ് മേഖലകളിലേക്ക് പ്രവാസികളെ എത്തിക്കാൻ സാധിക്കും. കൂടുതൽ കഴിവുള്ളവർ തന്നെയാണ് അവർ എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അവരുടെ കഴിവും അനുഭവ സമ്പത്തും രാജ്യാന്തര പ്രവൃത്തി പരിചയവും കേരളത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത് നമ്മുടെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ഒരു പ്രാവശ്യം കേരളത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളികളില്ലാത്ത ലോകമില്ല. അത് ചൊവ്വയിൽ പോയാലും ഉണ്ട്. ഒരു ഉദാഹരണം അല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത്രയധികം മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാവിധ ജോലികളിലും, ഉയർന്ന ജോലികളിലും എന്ന് വേണ്ട എല്ലാ ജോലികളിലും മലയാളി സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ലോകപരിചയം വിദേശ കമ്പനികളിലൊക്കെ ജോലി ചെയ്ത് അതിന്റെ നല്ല പരിചയമുള്ള വ്യക്തികളാണ്, നല്ല പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കേരളത്തിലേക്ക് അവർ വന്ന് കൂടുതൽ ബിസിനസ് മേഖലകളിലേക്ക് തിരിയുമ്പോൾ ആ വൈദഗ്ധ്യം നാടിന് ഉപകാരപ്പെടും. അതുമൂലം ബിസിനസ് വിജയിക്കും. പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഗവൺമെന്റ് ഇടപെട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ അതുമൂലം നാടിൽ ആളൊരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ മൂലം എന്തായാലും ഒരു 4-5 ആൾക്കൊക്കെ ചെറുകിട വ്യവസായമാണെങ്കിൽ അതുമൂലം ജോലി ലഭിക്കുമല്ലോ. അതുമൂലം ജോലിയും ലഭിക്കും. ഇത് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും, നേരത്തെ മൻമോഹൻ സിംഗ് പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും മലയാളികളെ കാണാം. അപ്പോൾ ആ പരിചയം നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ ഉപയോഗപ്രദമാക്കുവാൻ നിക്ഷേപം സംസ്ഥാനത്ത് ഇപ്പോൾ ബാങ്കുകളിലും ഒക്കെ ഉള്ള നിക്ഷേപം അത് ബിസിനസ് മേഖലകളിലേക്ക് കൂട്ടി കൂടുതൽ നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയും, പിന്നെ അതുമൂലം
ഗവൺമെന്റിന് വരുമാനം ലഭിക്കുകയുമാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റ് നിർദ്ദേശത്തിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി അതിനൊരു രൂപരേഖയൊക്കെ തയ്യാറാവും. അതുവരെ നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാൻ സാധ്യമല്ല. വിദേശത്തുള്ളവർ നാട്ടിലേക്ക് അയക്കുന്ന പണമായിരുന്നു കേരളത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ പ്രധാന ചാലകശക്തി. എന്നാൽ അതിലെ ഒരു ഭാഗം കേരളത്തിലെ നിക്ഷേപമായി മാറുന്നു എന്നാണ് അന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അതിനുള്ള പ്രോത്സാഹനമാണ്, അത് മാറുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം കേരള ഗവൺമെന്റ് എല്ലാ രീതിയിലും അതിനെ പ്രോത്സാഹിപ്പിക്കും. മറ്റുള്ള യൂണിയൻ പ്രശ്നങ്ങളും മറ്റുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ നല്ല ഒരു ബിസിനസ് മേഖല പ്രവാസികൾക്കായി തുറക്കും. അതിന് ആവശ്യമായ ലോണുകളൊക്കെ ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനിയും അത് വിപുലീകരിക്കും. അത് മാത്രമല്ല, പ്രവാസികളുടെ നിക്ഷേപം കൂടുതൽ മേഖലകളിലേക്ക് ആകർഷിക്കുമ്പോൾ സംസ്ഥാനത്തിനും അത് സംസ്ഥാന ഗവൺമെന്റിനും അത് കൂടുതൽ ഗുണം ചെയ്യും. പിന്നെ നാട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല സമയമാണ് എന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കാരണം പല ഭാഗങ്ങളിലും പല ജോലികളിലും ഏർപ്പെട്ടിരിക്കുന്നവർ ഇനി ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇതും പോകും, അവിടെ ഉള്ളതും വിജയിച്ചില്ലെങ്കിലോ എന്ന ഒരു ചിന്തയിലാണ് കൂടുതൽ ആളുകളും വിദേശത്ത് തന്നെ കഴിയുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു പേടി വേണ്ട. അവിടെ നിക്ഷേപം നിങ്ങൾ കൊണ്ടുവരൂ, ഞങ്ങളത് വിജയിപ്പിച്ച് കാണിച്ചു തരാം എന്ന് തന്നെയാണ് അദ്ദേഹം അതിൽ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ വിശദമായ രൂപരേഖയും പഠനങ്ങളും ഒക്കെ നടത്തി അതിനൊരു രൂപരേഖ തയ്യാറാവുമ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാം. ഏതായാലും പ്രവാസികൾക്ക് ഈ ബഡ്ജറ്റിൽ ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ നിന്ന്, ഈ പ്രസംഗത്തിൽ നിന്ന്, ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായും എല്ലാ മേഖലകളിലും പ്രവാസികൾ പണം മുടക്കിയാൽ അത് ലാഭകരമാക്കി തരും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചതിന്റെ അർത്ഥം. അപ്പോൾ ഇനി സംസ്ഥാനത്ത് ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി ഒരു പേടിയും വേണ്ട. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകില്ല. അത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചതിന്റെ അർത്ഥം. കാരണം നമ്മുടെ രാജ്യം വലിയ രാജ്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപാദന മേഖലയാണ് തുടങ്ങുന്നതെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് അയച്ചാൽ തന്നെ അതിന് വലിയ ഒരു വിപണി നമ്മുടെ രാജ്യത്തുണ്ട്. അത്രയധികം ജനസംഖ്യയുള്ള ഒരു രാജ്യമാണല്ലോ നമ്മുടേത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയച്ചാൽ തന്നെ അതിന് വലിയ ഒരു വിപണി അവിടെ തന്നെയുണ്ട്, ഇന്ത്യയിൽ തന്നെയുണ്ട്. അതിന്റെ പുറമെയാണ് പിന്നെ ഇന്ത്യക്ക് പുറത്തേക്കുള്ള വിപണനം നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വണ്ടി വന്നില്ലെങ്കിൽ നമ്മുടെ അടപ്പ് പുകയില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവരുടെ തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും ഒക്കെ ഒരു വലിയ സാധനങ്ങൾ വിറ്റഴിക്കുന്ന ഒരു മാർക്കറ്റാണ് കേരളം. അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണോ ഉൽപ്പാദിപ്പിക്കുന്നത് അത് നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് വിറ്റഴിക്കാനുള്ള വലിയൊരു വിപണി നമുക്ക് മുന്നിലുണ്ട്. ആ വിപണി നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്യും. ധൈര്യമായി നിക്ഷേപം ഇറക്കിക്കോളൂ, ബിസിനസ് തുടങ്ങിക്കോളൂ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതിന് ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞതിന്റെയും അർത്ഥം. അപ്പോൾ ഏതായാലും അതിനുള്ള വഴികളൊക്കെ ഈ ഗവൺമെന്റ് അതിനുള്ള വഴികളൊക്കെ വിശദമായ പഠനത്തിലൂടെ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് എങ്ങനെ ഇനിയും വിപുലീകരിക്കാം. ഇപ്പോൾ തന്നെ അത്യാവശ്യം 20 ലക്ഷം വരെ ലോണും കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ലോണും ഒക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതിൽ വിപുലമായ രീതിയിൽ ഇനി എങ്ങനെ ഈ കെട്ടിക്കിടക്കുന്ന നിക്ഷേപങ്ങളും ബാങ്കിൽ കിടക്കുന്ന നിക്ഷേപങ്ങളും ഒക്കെ വിപണിയിൽ ഇറക്കി അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെന്റിനും മറ്റുള്ള തൊഴിൽ മേഖലക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കാം, അതിനെ ബിസിനസ് മേഖലയിലേക്ക് കൊണ്ടുവരാം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അപ്പോൾ ഏതായാലും പ്രവാസികൾക്ക് ഇത് നല്ല ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റിലെ നിർദ്ദേശം തന്നെയാണ്. ഈ പ്രതീക്ഷ നൽകുന്ന ഈ നിർദ്ദേശം എത്രയും പെട്ടെന്ന് നടപ്പാക്കുവാൻ ഗവൺമെന്റ് ശ്രമിക്കും എന്ന് തന്നെയാണ് നമുക്ക് അതിനു വേണ്ട പഠനങ്ങളും കാര്യങ്ങളും അതിനൊക്കെ ഉണ്ട്. അതൊക്കെ വിശദമായ രീതിയിൽ പഠിച്ച് അത് എങ്ങനെയൊക്കെയാണ് നിക്ഷേപം നടത്തേണ്ടത്,
ഏതൊക്കെ മേഖലകളിലാണ് എന്നൊക്കെ വിശദമായ അതിന്റെ പഠനങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് വരുന്ന മുറക്ക് തീർച്ചയായും വിശദമായ വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ പ്രവാസികൾക്ക് ഇതൊരു സന്തോഷത്തിന്റെ നാളുകൾ തന്നെയാണ്. കാരണം അസ്വസ്ഥതകൾ നിറഞ്ഞ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പ്രവാസികൾക്കും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതിന് അതിന് സംസ്ഥാന ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും, അത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന്റെ പുറത്ത് ജോലി ചെയ്ത് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു അവസരമാണ് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഓർപ്പിക്കുവാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.